പി ആരിഫ്, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഇപ്പോഴും യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടാണ്, വലിയ വൈമനസ്യാണ്. അതെ, ഇവിടെ ഇപ്പൊ നമ്മൾ സംസാരിച്ചപ്പോ കേട്ട ഒരു കാര്യം തമാശയായിട്ട് എനിക്ക് തോന്നുന്നത്, അതായത് നിങ്ങൾ കക്കുന്നതല്ല ഇവിടുത്തെ പ്രശ്നം. കട്ടു എന്ന് പറയുമ്പോൾ അത് കള്ളന്മാർക്കൊക്കെ ഇങ്ങനെ ഒരു മോശ പേരുണ്ടാക്കുന്നു. അത് ശരിയാണോ എന്ന് ചോദിക്കുന്ന പോലെ ഒരു ഫീലാണ് ഇപ്പൊ ഇവിടെ കാണുന്നത്. അതായത് ഇവിടെ നടക്കുന്ന വിഷയങ്ങൾ, ആ വിഷയത്തെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ കൺവേർഷൻ നടക്കുന്നു, മതത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നു. ഇത് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നു. അത് TCSന്റെ മാനേജ്മെന്റ് പോലും അത് ഇന്റേണൽ അന്വേഷണം പ്രഖ്യാപിച്ച് അതിനുവേണ്ടി മുന്നോട്ട് പോകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ്സിൽ പല ആളുകളെയും പിരിച്ചുവിടുന്നു, അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യുന്നു. അങ്ങനെ പല പല വിഷയങ്ങളുണ്ടാകുന്നു. പോലീസ് കേസെടുക്കുന്നു, FIR ഇടുന്നു, അങ്ങനെ പലതും ഉണ്ടാകുന്നു. ഇരകളുടെ മൊഴികൾ അവിടെ വരുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും ആ വിഷയത്തിലേക്ക് ഒരിക്കലും ചർച്ച പോകാതെ അത് നമ്മളിവിടെ പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് നാണക്കേട് ഉണ്ടാക്കുന്നു എന്നതാണ് ഇവിടുത്തെ വലിയ പരാതി. അത് തൽക്കാലം അങ്ങോട്ട് സഹിച്ചാളാന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഇത് നമ്മൾ പറയണം എന്ന് ഞാൻ പണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ലൈവിൽ ഇവിടെ പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും. അതിലേക്ക് വരുന്നതിന് മുന്നേ ഒരു ചെറിയ കാര്യം, ഇവിടെ ഇദ്ദേഹം പറഞ്ഞത്, ഇപ്പൊ ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുന്നു, അതുപോലെ അലി അക്ബർ വന്നിരുന്ന് സംസാരിക്കുന്നു, ഇതുപോലെ പല കാര്യങ്ങളും പറയുന്നു. അത് പറയുന്നത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തോ ജോലി എടുക്കുന്ന ആളായിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ ആ കാഴ്ചപ്പാടിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളും ഇദ്ദേഹം എഴുന്നള്ളിക്കുന്ന ഇതുപോലുള്ള വിവരക്കേടുകളും വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹം നല്ല ഒന്നാം തരം ജിഹാദിയാണെന്ന് നമ്മളിവിടെ അങ്ങ് സ്ഥാപിച്ച് കൊടുക്കണം. കാരണം ഇദ്ദേഹം സംസാരിക്കുന്നത് ഒരു ജിഹാദിയുടെ സ്വഭാവത്തിലും ആ സ്വരത്തിലും ആ ശബ്ദത്തിലും എന്റെയും ചേട്ടന്റെ ശബ്ദം ഒരേപോലെ എന്ന് പറയുന്ന മാതിരിയാണ്. അപ്പോൾ നിങ്ങൾക്കത് പറയുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, നിങ്ങൾ അങ്ങനെയല്ല എന്നാണ് നിങ്ങളുടെ ബോധ്യങ്ങളാണ് നിങ്ങൾ പറയുന്നത് എന്നൊരു ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യം എല്ലാവർക്കും വെച്ചു കൊടുക്കാൻ ആദ്യം നിങ്ങൾ പഠിക്കണം. ഈ ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റി വെക്കുക ആദ്യം. അത് എല്ലാത്തിലും നിങ്ങളുടെ പ്രശ്നം കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഹാഷിം ഇവിടെ ഇത് പറയുമ്പോൾ എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമുണ്ട്, അതോടൊപ്പം തന്നെ സഹതാപമുണ്ട്. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയത്തിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ള ഒരു ഓറിയന്റേഷൻ ആൾക്ക് കിട്ടുന്നില്ല. അത് ഇവിടുത്തെ മത നേതൃത്വങ്ങൾക്കില്ല. ഇതാണ് ഇവിടുത്തെ വിഷയം. ഇനി ഇദ്ദേഹം ഇവിടെ പല കാര്യങ്ങൾ പറയുമ്പോൾ ഇതിനെ നിഷേധിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ എടുത്ത് പറഞ്ഞൊരു കാര്യം, ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഈ സെക്ഷൽ പ്രിഡേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി, ഇരപിടയന്മാരായിട്ടുള്ള ആളുകൾ അവര് ആ ഒരു സെക്ഷൽ പ്രിഡേഷൻ ഒരു ആയുധമാക്കിക്കൊണ്ട് മതത്തിലേക്ക് ആളുകളെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്ന പണി, ഇത് ഇദ്ദേഹം നിഷേധിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ആൾ പറയുന്നത് വ്യഭിചാരം ഇസ്ലാം ഏറ്റവും വലിയ പാപമാക്കിയെന്നാണ്. അത് അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണ, ഇസ്ലാം അറിയാത്തതിന്റെ കുഴപ്പമാണ്. ഇസ്ലാമിൽ വ്യഭിചാരം തെറ്റാവുന്നത് എപ്പോഴാണ്? അത് മുസ്ലിം സ്ത്രീ സ്വതന്ത്ര സ്ത്രീയെ ഇതുപോലെ ചെയ്യുമ്പോൾ മാത്രമാണ്. അത് ഇസ്ലാം അല്ലാത്ത, അതായത് ഹിന്ദുക്കൾ അല്ലെങ്കിൽ ബഹുദൈവ ആരാധകളായിട്ടുള്ള ആളുകളെ നിങ്ങൾക്കത് ചെയ്യാം എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടംപോലെ അടിമകളെ വെക്കാം, അവരെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, എത്ര എണ്ണം വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇത് ഇന്നും പാലിക്കുകയും ഇത് നടപ്പിലാക്കുകയും ചെയ്യുന്ന ആളുകൾ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒന്ന് മുഹമ്മദ് നബി തന്നെയായിരുന്നു. പിന്നെ അതിനുശേഷം ഇന്നിപ്പോൾ യസീദികളെ ഇതേപോലെ ബലാത്സംഗം ചെയ്യുന്നതിൻ്റെ കഥകൾ, നിങ്ങൾ ISIS ചെയ്തതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കശ്മീരി പണ്ഡിറ്റുകൾക്ക് അവർ നേരിടേണ്ടി വന്ന വിഷയം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇവിടെ മലബാർ കലാപം അത് നടക്കുന്ന സമയത്ത് മാപ്പിള ലഹളയുടെ ഇടയിൽ ഇവിടുത്തെ ഹിന്ദുക്കൾ നേരിട്ടുള്ള വിഷയം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മുർഷിദാബാദ് കലാപത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നവോഖാലി അവിടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഹിന്ദു കൂട്ടക്കൊല ബംഗ്ലാദേശിൽ നടന്നപ്പോൾ അവിടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇവിടെ ജൂതന്മാർക്കെതിരെ ഈ ഹമാസ് നടത്തിയപ്പോൾ അതിനകത്ത് ഈ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ നടത്തിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവിടെ ഹിസ്ബുള്ള നടത്തിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. താലിബാൻ നടത്തിയത് കേട്ടിട്ടുണ്ടാവും. ഇവരെല്ലാ തീവ്രവാദ സംഘങ്ങളും ഇതുപോലെയുള്ള തീവ്ര സ്വഭാവമുള്ള ആളുകളും ഇത് ഒരു ആയുധമായിട്ട് എടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് മുഹമ്മദ് നബി ചെയ്ത് കാണിച്ചുകൊണ്ടാണ്. നിങ്ങൾക്ക് ഈ പറയുന്ന ചരിത്രം അറിയില്ല. അത് അറിയുന്ന വ്യക്തികളാണ് നമ്മൾ അതുകൊണ്ടാണ് എക്സ് മുസ്ലിം എന്ന് പറഞ്ഞ് ഇവിടെ എഴുന്നള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിലൊരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ക്ലാസ് എടുത്ത് തരാം. അതാണ് എനിക്ക് പറയുന്നത്. ഇവിടെ ഇരുന്നിപ്പോൾ അത് പറയാൻ പോയി കഴിഞ്ഞാൽ അത് തീരില്ല. കാരണം നമ്മൾ എന്നും പറയണതാണ്. കാരണം നിങ്ങളെപ്പോലുള്ള ആളുകൾ മുഖം മാറി വരുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ബഹുമാനപൂർവ്വം എനിക്ക് ഹാഷിമിനോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു ഡിനയൽ ഫേസ് വെടിഞ്ഞ് ഈ വിഷയം നിങ്ങൾ വരിക. ഇവിടെ നിങ്ങൾ പറഞ്ഞു കേരള സ്റ്റോറി മുഴുവൻ നുണയാണ് എന്ന് പറഞ്ഞു. ഞാൻ മനഃപൂർവ്വം ആ വിഷയത്തെ അധികരിച്ചുകൊണ്ട് ആ മൂവിയെ സപ്പോർട്ട് ചെയ്തോ എതിർത്തോ, കേരള സ്റ്റോറി 1 വന്നപ്പോൾ നമ്മൾ അതിന് വേണ്ടി വീഡിയോ ഒക്കെ ചെയ്തതാണ്. അതിലെ കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞതാണ്. 2 വന്ന സമയത്ത് ഞാൻ മനഃപൂർവ്വം മിണ്ടിയിട്ടില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു പ്രശ്നം ഈ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസം ഞാൻ അനിൽ നമ്പ്യാരുടെ അടുത്ത് പറഞ്ഞ കാര്യമാണ്. കാരണം എന്താ, ആ മൂവിയിൽ പറയുന്ന വിഷയങ്ങൾ അതിലേതാണ് നുണ അല്ലെങ്കിൽ ഏതാണ് തെറ്റ് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അതിൽ ഇപ്പോൾ ബീഫ് നിർബന്ധിച്ച് തീറ്റിച്ചു, അത് നുണയാണെന്നാണ് ഇവിടെ ഇരുന്നിട്ട് ഇപ്പോൾ ഹാഷിം പറയുന്നത്. ഇൻഡോറിൽ വന്ന വാർത്തയുണ്ട്. ഇൻഡോറിൽ നിന്ന് വന്ന വാർത്ത എന്താണ്? അത് വന്നിരിക്കുന്നത് എന്താണ്? ജൂലൈ 7, 2025 ഫോഴ്സ് ടു ഈറ്റ് ബീഫ്, കൺവേർട്ട് റിലീജിയൻ, ഇൻഡോർ വുമൻ അക്യൂസസ് ഹസ്ബൻഡ് ഓഫ് ലവ് ജിഹാദ്. ഇത് അന്നത്തെ വാർത്തയാണ്. എന്താ അവിടെ ഉണ്ടായത്? എ വുമൻ ഫ്രം ഇൻഡോർ alleged that her husband from Begusarai, Bihar forced her to eat beef and change her religion after marriage. The couple met on Facebook and married 5 years ago.
അതായത് മതം മാറാൻ വേണ്ടി നിർബന്ധിക്കുന്നു, അവരുടെ ഹിന്ദു ദൈവങ്ങളെ കളിയാക്കാൻ നിർബന്ധിക്കുന്നു, എന്നിട്ട് ബീഫ് തീറ്റിക്കുന്നു. അവർ ബീഫ് കഴിക്കാത്ത സ്ത്രീയാണ്, അവർ മറ്റൊരു മതത്തിലുള്ള ആൾ. ഇതിവിടെ നടന്ന കാര്യമാണ്. അപ്പോൾ ഇത് നടക്കുന്ന സമയത്ത് ഇവിടുത്തെ ഇവിടെ ഇപ്പോൾ ഇത് ഞാൻ വായിച്ചത് ഒരു ഇംഗ്ലീഷ് മാധ്യമമാണ്, ഇവിടുത്തെ ഇന്ത്യ ടുഡേ എന്നാണ് ഞാൻ വായിച്ചത്. ഇവിടുത്തെ എത്ര മലയാളം മാധ്യമങ്ങൾ ഇതൊക്കെ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്? എത്ര മാധ്യമങ്ങൾ ഇപ്പോൾ ഈ ദുരന്തർ സിനിമയിലുള്ള പല കാര്യങ്ങളും ഇവിടെ നമുക്ക് മുന്നിൽ എത്തിച്ചിട്ടുണ്ട്? എത്ര മാധ്യമങ്ങൾ ഈ കഴിഞ്ഞ ഈ ഒരു 16 ഇൻസ്റ്റൻസസ് ഓഫ് അവേർട്ടിങ് ഈ പറയുന്ന മേജർ അറ്റാക്സ്, ടെറർ അറ്റാക്സ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, എത്ര എണ്ണം നമ്മളെ മാധ്യമങ്ങൾ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്? പോട്ടെ, എത്ര മാധ്യമങ്ങൾ ഈ TCS നടന്ന ഈ ഒരു പ്രശ്നത്തെ ഇവിടെ ചർച്ച വിഷയമാക്കുന്നുണ്ട്? ഇത് തന്നെയാണല്ലോ ഇവിടുത്തെ ചോദ്യം. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഇതിവിടെ ചർച്ചയാക്കാതിരിക്കുന്നത് കൊണ്ട് ഇതുപോലത്തെ പാവം പിടിച്ച മുസ്ലിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നില്ല, അവരത് കേൾക്കുന്നില്ല. അവർ കേൾക്കുന്ന എന്താണ്? വല്ലപ്പോഴും ഇത് ചർച്ചയാക്കുമ്പോൾ RV ബാബു വന്നിരുന്ന് പറയും, അതല്ലെങ്കിൽ വല്ല ശശികല ടീച്ചർ വന്നിരുന്ന് പറയും, അല്ലെങ്കിൽ ഞാൻ വന്നിരുന്ന് പറയും. അപ്പൊ ഇവർ പറയും ഇത് മുഴുവൻ സംഘികൾ ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് ഇവരിറങ്ങിത്തിരിക്കും. ഇതാണ് ഇവിടെ ഉണ്ടാവുന്നത്. അപ്പോ ഈ പറയുന്ന വിഷയം ഇവിടെ ഇതുപോലെ ഈ രീതിയിൽ മുസ്ലിങ്ങളെ കുഴപ്പത്തിച്ചാടിക്കുന്നതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും മാധ്യമങ്ങൾക്കാണ്. കാരണം എന്താണ്? ഇതിന്റെ ഓരോ ഇൻസ്റ്റൻസസ് ഉണ്ടാവുമ്പോഴും ഇത് അവരെ ഡീസെൻസിറ്റൈസ് ചെയ്യാനും ഇതൊരു പ്രശ്നമാണ്, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിവിടെ ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോഴും അത് ജനങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? അവരെ അവെയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താ, ഇവിടെ അല്ലെങ്കിൽ ഇതേപോലെ ഇരുന്നിട്ട് ഇപ്പോൾ ഹാഷിം ചെയ്ത മാതിരി തീവ്രവാദികളെയും ഇതുപോലെയുള്ള പോക്കിരിത്തരം കാണിക്കുന്ന TCS ഈ ഒരു ജിഹാദി സംഘത്തെയും വെള്ളപൂശാൻ ഇവരെ നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നില്ല. പിന്നെ ആള് പറഞ്ഞതിൽ എനിക്കൊരു സമാധാനം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പരാതി ഉണ്ടെങ്കിൽ അത് കോടതിയിൽ എത്തണം, പോലീസ് എടുക്കണം, പോലീസ് എടുത്ത പരാതി ശരിയാണോ എന്ന് കോടതി തീരുമാനിക്കണം, കോടതി തീരുമാനിച്ച ആളെല്ലാം സമ്മതിക്കുന്നതാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോടതി തീരുമാനിച്ച പല കാര്യങ്ങളും ഇവിടെ ഉണ്ട്. എന്താണ് അതിലൊന്ന് ഏറ്റവും പ്രധാനം, ഈ പറയുന്ന ഗുജറാത്ത് കലാപത്തിൽ മോദിയെ വെറുതെ വിട്ടതാണ്. അപ്പൊ ഇനി ദയവായിട്ട് കോടതി വെറുതെ വിട്ടതായതുകൊണ്ട് മോദിയെ ഇനി വീണ്ടും ഇതേപോലെ പേര് പറഞ്ഞിട്ട് ഗുജറാത്ത് കലാപത്തിന്റെ ആളാണെന്ന് ഇനി പറയില്ല എന്ന് ഞാൻ വിചാരിക്കും. കാരണം മൂപ്പർക്ക് ഈ പറയുന്ന കാര്യത്തിൽ വലിയ വിശ്വാസമാണെന്നാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതേപോലെ കോടതി തീരുമാനമാക്കിയ പല കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അജ്മൽ കസമിന്റെ വിഷയം ഇവിടെ ഉണ്ട്, അതേപോലെ മറ്റു പല വിഷയങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. യാക്കൂബ് മേമന്റെ വിഷയം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പല വിഷയങ്ങളിലും നിങ്ങൾ എന്താ ഇവിടെ നിലപാട് എടുത്തിട്ടുള്ളത്? നിങ്ങൾ ഈ യാക്കൂബ് മേമന് മയ്യത്ത് സ്കരിക്കുന്ന ആളുകളായിട്ടല്ലേ ഇവിടെ മാറുന്നത്? ഇവിടുത്തെ മുസ്ലിം സമുദായം മാറിയത് അങ്ങനെയാണ്. ഇവിടുത്തെ ഒസാമ ബിൻ ലാദന് മയ്യത്ത് സ്കരിക്കുന്ന ആളുകളായിട്ട് ഇവിടുത്തെ സമൂഹം മാറിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു പ്രശ്നമായിട്ട് മുസ്ലിങ്ങൾക്ക് അനുഭവഭേദ്യമാകുന്ന രീതിയിൽ അത് കൊണ്ടെത്തിക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അവരിപ്പോഴും ഈ പറയുന്ന സാധനത്തെ പറയുമ്പോൾ അത് മുസ്ലിങ്ങൾക്ക് വേദനിക്കും, അത് ഇസ്ലാമോഫോബിയ ആവുമോ എന്നൊക്കെയുള്ള ഈ പൊതിഞ്ഞു പിടിക്കൽ, ഈ പറയുന്ന ചാപ്പയെ ഭയക്കൽ, സംഘിച്ചാപ്പ കിട്ടുമോ എന്ന ഭയം, ഇത് വെച്ചുകൊണ്ട് ഇവർ മിണ്ടാതിരിക്കുന്നു, ഇവർ ഒളിപ്പിച്ചു വെക്കുന്നു. അതിന്റെ ഏറ്റവും മികച്ച ഒരു ലക്ഷണമാണ്, അല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേ ആണ് ഇപ്പൊ ഈ വിഷയത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മലയാള മാധ്യമങ്ങളുടെ ഈ ഒരു നിശബ്ദത എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു വിഷയം ഇതുപോലെ ഒരു ചർച്ചയാക്കാൻ, ഒരു പ്രൈം ടൈം ചർച്ചയാക്കാൻ വേണ്ടി തീരുമാനമെടുത്ത് മുന്നോട്ട് വന്ന ജനം TVക്ക് അതിനുള്ള അപ്രീസിയേഷൻ ഞാൻ തരികയാണ്. കാരണം ഏതെങ്കിലും ഒരു മീഡിയ ചെയ്യുമ്പോൾ അതിനവിടെ പറയാനുള്ള കാര്യം പറയുക എന്നതും അവിടെ സ്വാഭാവികമായിട്ട് മുസ്ലിങ്ങളുടെ പക്ഷത്തു നിന്നുണ്ടാവുന്ന ഈ തരത്തിലുള്ള ഓഞ്ഞ ന്യായീകരണങ്ങളെ എക്സ്പോസ് ചെയ്യാന്നുള്ളതാണ് എൻ്റെ പണി. ആ പണി എടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വരുമ്പോൾ നിങ്ങൾ എന്നെ സംഗീതോ മങ്കീന്നോ എന്ത് വിളിച്ചാലും എനിക്ക് പ്രശ്നമല്ല. എനിക്ക് എടുക്കാനുള്ള പണി എൻ്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ പറയും. നിങ്ങൾക്ക് ഞാൻ പറയുന്ന വിഷയത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഒരു മറുവാദം ഉണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റും, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കുക മാത്രമല്ല, ഞാൻ എൻ്റെ പണിയൊക്കെ നിർത്തി ഞാൻ നിങ്ങളെ ഒരു അടിമയായിട്ട് ഞാൻ കൂടാം എന്നും കൂടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഞാൻ പറയുന്നു, ഇവിടെ ഈ TCS ഈ പറയുന്ന ആളുകൾ ചെയ്തു എന്ന് പറയപ്പെടുന്ന വിഷയം, ഈ കൺവേർഷൻ എന്ന് പറയുന്നത്, കൺവേർഷൻ നടത്തുക എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം തന്നെയാണ്. ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ലക്ഷ്യം തന്നെ. ഇസ്ലാം പഠിപ്പിക്കുന്ന എന്താണ്? അതായത് നിങ്ങളിലൂടെ ഒരാൾ ഇസ്ലാമിലേക്ക് വന്നാൽ അയാൾക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത് ചുമന്ന ഒട്ടകത്തെക്കാൾ മൂല്യമുള്ളതാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരുപാട് ഇൻസ്റ്റൻസസ് ഓഫ് അതുപോലുള്ള വിശേഷണങ്ങളുണ്ട്, ഹദീസുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയില്ല, അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കെ ഇതറിയുന്ന ആളുകൾ ഇത് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അത് ചെയ്യുന്ന ആളുകൾ ഈ ഇന്ത്യൻ സമൂഹത്തിൽ ഇതുപോലെ ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇവരുണ്ടാക്കുന്ന കുഴപ്പങ്ങളും ഇതിലൊന്നും താല്പര്യമില്ലാത്ത സാധാരണ ഹാഷിമിനെ പോലെയുള്ള മുസ്ലിങ്ങൾ അടക്കമുള്ള ആളുകളുടെ ജീവിതം ഇതുപോലെ വലിയ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടെത്തിക്കുകയും അവർ ഓരോരുത്തരും, ഇപ്പം നിങ്ങൾ സപ്പോസ് ഒരു യുവാവാണ്, നിങ്ങളൊരു HR മാനേജർ ആവാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു അവസ്ഥ ഇനി ഭാവിയിൽ ഉണ്ടാവുമ്പോൾ ഇവിടെ ഒരു മുസ്ലിമിനെ പ്രിഫർ ചെയ്യുന്നത് കുറയുന്ന അവസ്ഥയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഒരു HR മാനേജറായിട്ട് ഒരു മുസ്ലിം കടന്നു വരുന്നത് ഇനി ഇവിടെ തടയപ്പെടും. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഇത് ഓൾറെഡി ഇവിടെ നടക്കുന്നു. ഒരു ബയസ് എഗെയിൻസ്റ്റ് മുസ്ലിംസ് അതിവിടെ ഉണ്ട്. അത് പല സ്ഥലങ്ങളിലും നടക്കുന്നു. പല വിദേശ രാജ്യങ്ങളിൽ അത് ചർച്ചാ വിഷയമാണ്. ജോലിക്ക് എടുക്കുന്ന സമയത്ത് മുസ്ലിങ്ങളാണെന്നുണ്ടെങ്കിൽ അവരെ ലെസ് പ്രിഫർ ചെയ്യുന്ന ഒരവസ്ഥ അതിവിടെ ഉണ്ട്. അത് പല യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ട്, അറബ് രാഷ്ട്രങ്ങളിൽ പോലും ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും?
അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരാണ് അതിലേക്ക് കൊണ്ടെത്തിക്കുന്നത്? അതിന്റെ പഴി നിങ്ങൾ സംഘിയുടെയോ മൺകിയുടെയോ ജൂതന്റെയോ തലയിൽ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഇത് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഈ യാഥാർത്ഥ്യം നിങ്ങൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. ഇസ്ലാമിനെ ഭയക്കുന്ന ഒരു അവസ്ഥ നാട്ടുകാർക്ക് ഉണ്ടാവുന്നുണ്ട് എങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദികൾ ഈ പറയുന്ന ഈ കൂട്ടം ആളുകളാണ്, ഇസ്ലാമിലെ തീവ്രവാദികളാണ്. അവർക്ക് കഞ്ഞി വെക്കുന്ന, അവർക്ക് കൂട്ടാളികളായി മാറുന്ന ഇതിലെ സാധാരണ ഹാഷിമിനെ പോലുള്ള മുസ്ലിങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഈ പ്രശ്നത്തെ തിരിച്ചറിയാൻ നിങ്ങൾ ശ്രമിക്കുക, അതിനെ അഡ്രസ് ചെയ്യാൻ നിങ്ങൾ മുന്നോട്ട് വരിക. ഇല്ലാത്ത കാലത്തോളം നിങ്ങളും ഈ പറയുന്ന തീവ്രവാദികളും ഈ പറയുന്ന കൺവേർഷൻ ജിഹാദിസ്റ്റുകളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ലവ് ജിഹാദ് എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കില്ല എന്ന് ഇപ്പോഴും ഞാൻ പറയുന്നു. കാരണം ഇവിടെ നടക്കുന്നത് കൺവേർഷൻ ജിഹാദാണ്. അതാണ് നമ്മളിവിടെ കണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി അവർ പല വഴികൾ ഉപയോഗിക്കും. സെക്ഷൽ പ്രിഡേഷൻ അവർ നടത്തും. അതാണ് ഐസിസ് ചെയ്തിട്ടുള്ളത്, അതാണ് ഇവിടെ ഹിസ്ബുള്ള ചെയ്യുന്നത്, അതാണ് ഹമാസ്, ഇതെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അത് തന്നെയാണ് ഇവരും ചെയ്യുന്നത്. അവർ കുറച്ചും കൂടിയും ഒരു അർബൻ ജിഹാദികൾ എന്നുള്ള രീതിയിൽ അവരത് ചെയ്യുന്നു. അത്രേ വ്യത്യാസമുള്ളൂ. ചെയ്യുന്ന സാധനം ഒന്ന് തന്നെയാണ്. ഓക്കെ.